ഇന്നു മുതൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വാടക നിരക്ക് വർദ്ധിക്കും. ഇതിന്റെ ഭാഗമായി കൺസ്ട്രക്ഷൻ എക്വിപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ കൊല്ലത്ത് മണ്ണുമാന്തി യന്ത്രങ്ങളുടെ റാലി സംഘടിപ്പിച്ചു. ഒക്ടോബർ 13 മുതൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന JCB, ഹിറ്റാച്ചി, ക്രെയിൻ മുതലായ വാഹനങ്ങളുടെ വാടക നിരക്കിൽ 10% മുതൽ 20% വരെയാണ് വർധനവ് വരുത്തുന്നത്. നിരക്ക് വർധന ജനങ്ങളിൽ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് കൊല്ലം ആശ്രാമത്ത് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഒരു ദിവസം പണിമുടക്കി റാലി നടത്തിയത്. മൈതാനത്തിന്റെ പ്രധാന കവാടത്തിൽ നിന്നും ആശ്രാമം റോഡിലൂടെ നിരനിരയായി എത്തിയ JCB മൈതാന മധ്യത്തിൽ അണിനിരന്നു. തൊഴിൽ മേഖല സംജാതമായി 30 വർഷമായെങ്കിലും അന്നുണ്ടായിരുന്ന നിരക്കിൽ തന്നെയാണ് വാഹനങ്ങൾ ഇപ്പോഴും ഓടുന്നത്. ഇക്കാലയളവിൽ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ്, ഇന്ധനം തുടങ്ങി എല്ലാ മേഖലകളിലും വില വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വാടക വർദ്ധിപ്പിക്കുവാൻ നിർബന്ധിതമായിരിക്കുന്നതെന്ന് CEOA സംസ്ഥാന പ്രസിഡന്റ് ജിജി കടവിൽ പറഞ്ഞു. കഴിഞ്ഞ 30 വർഷക്കാലമായി ഈ ഒരു JCB, ഹിറ്റാച്ചി പോലെയുള്ള വാഹനങ്ങളുടെ വാടക വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഞങ്ങളുടെ ഇടയിലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത്. അത് 2000-ൽ എങ്ങനെയായിരുന്നു ഈ വാഹനങ്ങൾ പൊതു രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്ന വാടക, അതേ വാടകയാണ് ഏകദേശം 25 വർഷത്തിന് ശേഷവും നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സാമഗ്രികളുടെയും നിത്യോപയോഗ ജീവിതത്തിലുള്ള മറ്റു സാധനങ്ങളുടെ അടക്കമുള്ള ജീവിത ചെലവുകളടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം 5 ഇരട്ടി മുതൽ 10 ഇരട്ടി വരെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ആ പഴയ വാടക നിരക്കിൽ തന്നെ ഇനിയും നമുക്ക് തുടർന്ന് മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. 1 രൂപ പോലും ലാഭമില്ലാത്ത നിലയിലാണിന്ന് ഈ വാഹനങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നതും ഞങ്ങളുടെ തൊഴിൽ മേഖല ആകെ തകർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഒക്ടോബർ 1-ാം തീയതി മുതൽ റേറ്റ് വർദ്ധിപ്പിച്ച് അത് ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലത്തെയും വർക്കിൻ്റെ പ്രത്യേകതകളനുസരിച്ച്, മണ്ണിൻ്റെ ഘടനയനുസരിച്ച്, അത് ഈ വാഹനത്തിൻ്റെ ഈസിനെസ് എല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ ഓരോ പ്രദേശത്തുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിനെയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വാടക നിശ്ചയിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ വാടക ഏകദേശം 1500 രൂപ മണിക്കൂറിന് JCB പോലെയുള്ള വാഹനങ്ങൾക്ക് 1500 പ്ലസ് ബാറ്റ എന്നുള്ള നിലയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് പൊതുജനങ്ങൾ അറിയുന്നതിനും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കസ്റ്റമേഴ്സ് എല്ലാം അറിയുന്നതിനും വേണ്ടിയാണ് അതിൻ്റെ ഒരു വിളംബര റാലി എന്നുള്ള നിലയിൽ ഇന്ന് ഇത്രയും ഈ മേഖലയിലുള്ള വാഹനങ്ങളും അതിൻ്റെ ഉടമകളും പ്രിയപ്പെട്ട തൊഴിലാളികളുമെല്ലാം ഒത്തുചേർന്നുകൊണ്ട്, കാരണം വാടക വർദ്ധിച്ചാൽ മാത്രമേ തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ, അതിനനുസരിച്ച് എല്ലാവരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തി മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ ഇനിയും മുമ്പോട്ട് ഈ പ്രതിസന്ധിയിലൂടെ പോകാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഈ വാടക വർധന മുതിർന്നത് എന്നുള്ളതാണ്. എത്രത്തോളം തൊഴിലാളികളുണ്ട് ഈ മേഖലയിൽ? കേരളം ഒട്ടാകെയാണെങ്കിൽ ഏകദേശം 50,000-ഓളം വാഹനങ്ങളുണ്ട്. അതിൽ ഒരു 2-3 തൊഴിലാളികൾ വെച്ച് നോക്കിയാൽ ലക്ഷത്തിൽ പരം തൊഴിലാളികൾ ഈ മേഖലയിൽ വെച്ച് ജീവിക്കുന്നുണ്ട്. തന്നെയുമല്ല, പരോക്ഷമായി പ്രത്യേകിച്ച് അതിൻ്റെ മെയിൻ്റനൻസ് പണിക്കാർ, വർക്ക്ഷോപ്പ് ജീവനക്കാർ, സ്പെയർ പാർട്സ് കടക്കാർ, അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. പിന്നെ കൽപ്പേഴ്സായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ നിരവധി മേഖലയിലായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുപോലെ ജീവിക്കുന്നുണ്ട്. എത്ര വർഷത്തിന് ശേഷം ഈ വാടക വർധന ആവശ്യപ്പെട്ടു? ഞങ്ങൾ 2000-ന് ശേഷം വാടക വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ 2018-ലാണ് ഈ സംഘടന നിലവിൽ വരുന്നത്. അതിനുശേഷം 2019-ൽ ഞങ്ങൾ 200 രൂപ വീതം വാടക വർദ്ധിപ്പിക്കുകയുണ്ടായി. എന്നാലും ഞങ്ങളുടെ ഇടയിലെ മത്സരങ്ങളൊക്കെ കാരണം വാടക വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിലവിൽ വാടക വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഞങ്ങൾ ശ്രമിച്ചു, എങ്കിലും വീണ്ടും താപ്പോട്ട് പോയി. ഇപ്പോൾ അതുകൂടി ചേർത്താണ് വീണ്ടും ഒരു പ്ലസ് 200 കൂടി ചേർത്താണ് ഇപ്പോൾ 1500 രൂപയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ സർക്കാർ തലത്തിൽ ഏതെങ്കിലും ചർച്ചകൾ ഇങ്ങനെ വാടകയായിട്ട് ബന്ധപ്പെട്ട്? സർക്കാർ തലത്തിൽ നമ്മുടെ വാഹനങ്ങളുടെ വാടക നിരക്കുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ റെക്കോർഡുകളുമില്ല. അതിനായിട്ടൊരു നിരക്ക് നിജപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ ആകെയുള്ള PWD ഷെഡ്യൂളിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി വല്ലപ്പോഴും അവർ വിളിച്ച് നമ്മുടെ വാടക, കോമൺ ആയിട്ടുള്ള വാടക എത്രയാണെന്ന് ചോദിക്കും. അതനുസരിച്ച് അവർ എസ്റ്റിമേറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേറ്റ് ഫിക്സ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ തന്നെ പല രീതിയിലുള്ള വാഹനങ്ങളുണ്ട്. JCB എല്ലാവർക്കും പരിചിതമായതുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അതിൻ്റെ ഹൈ എൻഡിലേക്കുള്ള മെഷീൻസ് ഉണ്ട്. ഹിറ്റാച്ചി പോലുള്ള വലിയ 200 അങ്ങനെ അതിൻ്റെ മേലോട്ടുള്ള മെഷീനുണ്ട്. അതിനൊക്കെ ആനുപാതികമായി 2000, 2600, 3000 അങ്ങനെയുള്ള വാടകകൾ ഉണ്ട്. കോറികളിൽ ഓടുന്ന വാഹനങ്ങളടക്കമുള്ള വാഹനങ്ങൾ. ജില്ലാ പ്രസിഡന്റ് വിഷ്ണു പത്തനാപുരം, ജില്ലാ സെക്രട്ടറി ജയൻ കടയ്ക്കൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഫിറോസ് അഞ്ചൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺ അഞ്ചൽ, സെക്രട്ടറി അനീഷ് കുന്നത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി.